எபிராயர் 12:1 பிரகாரம் பாவம் விடுக. எபிராயர் 12:4 பிரகாரம் பாவத்தோடு பொருதுக. சடிசவாக்கியம் 8:13 பிரகாரம் பாவத்தை வெறுக்குக. சங்கீர்த்தனம் 4:4 பிரகாரம் பாவம் செய்யாதிருக்குக. I am crucified. Paul says to the sins of this world. 2 லோகத்தின் ஞானத்தின் 1 கொரிந்தியர் 1:20 நான் குருசிக்கப்பட்டு. 3 லோகத்தின் சிநேகத்தின் யாக்கோபு லேகனம் 4 வசனத்தில் பைபிள் நம்ம படிப்பிக்கிற friendship with the world. Bible says is enmity with God. லோக சிநேகத்தின் நான் குருசிக்கப்பட்டு. எல்லாத்தின்றையும் ரத்தின சுருக்கம். இனி ஜீவிக்கின்றது நான் அல்ல, என்ற அருள்நாதன் கிறிஸ்துவான என்னல் ஜீவிக்கின்றது. It is not no more I liveth, it is my Father Jesus Christ liveth in me. அதான் தெய்வ பைதலே குருசு சகிக்குக എന്നതിന്റെ അർത്ഥം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേ. ജയം ഹല്ലേ ജയം ജയം എപ്പോഴും. കൈകളെ ഉയർത്തി ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. എല്ലാരും ടി 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 ടി. എല്ലാരും ആത്മ നിറവിൽ ഇപ്പോഴായിത്തീരണം. Now, now be filled in him, be filled in him. ആത്മ നിറവിൽ, ആത്മ നിറവിൽ. ടി 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 ടി. റബ ഷഗ ലന്ധന ജറസ റബ രഗ ലന്ധന ഷീറബ. ടി ടി. ഗർഭങ്ങളെ അടച്ചു വച്ചിരിക്കുന്ന ശത്രുവായ സാത്താന്റെ പദ്ധതിയും കരമും യേശുവിൻ നാമത്തിൽ ഞാൻ മുറിക്കുന്നതാ. മക്കളില്ലാത്തവർ മടിയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തില്, യേശുവിൻ നാമത്തില് തന്റെ ജനത്തിന്റെ ഗർഭത്തെ അടച്ചു വച്ചിരിക്കുന്ന സാത്താന്റെ ശത്രുവിന്റെ പദ്ധതിയും തീർമാനവും ശാപവും യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ടി 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 ടി. തൊട്ടതിനായി നന്ദി, ജീവൻ വച്ചതിനായി നന്ദി. ആസ്പത്രിയിൽ കൊടും രോഗമായി ബ്ലഡ് ബന്ധപ്പെട്ട്, ക്യാൻസർ ബന്ധപ്പെട്ട്, ഹീമോതെറാപ്പി ബന്ധപ്പെട്ട്, ശ്വാസകോശം ബന്ധപ്പെട്ട്, ഹൃദയത്തിന്റെ വാൽവ് ബന്ധപ്പെട്ട് ICU യൂണിറ്റില് മരണത്തിന്റെ നാളിക എണ്ണിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികള്, എന്റെ ദൈവം, നിങ്ങളുടെ ബന്ധുക്കള്, നിങ്ങളുടെ ചാർച്ചക്കാര്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് എന്റെ ദൈവം തൊടുന്നു. മരണക്കെട്ടുകൾ അഴിച്ചു വിടുന്നതാ. ടി 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 ടി. റബ ശകാലദന്ധനദബ ഉറബ റശാലദന്ധനദബ. നന്ദി യേശുവിന്, നന്ദി 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 നന്ദി.
எஸ்தர் 5:14. എസ്തർ 5:14. അതിന് ഹാമാന്റെ ഭാര്യ സേരസും അവന്റെ സകല സ്നേഹിതന്മാരും അവനോട് 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കട്ടെ, മൊർദെഖായി അതിന്മേൽ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം. പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോട് കൂടെ വിരുന്നിന് പോകാമെന്ന് പറഞ്ഞ് ഈ കാര്യം ഹാമാന് ബോധിച്ച് അവൻ മൊർദെഖായ്ക്ക് വേണ്ടി, മൊർദെഖായ് എന്നുള്ള നീതിമാന് വേണ്ടി, മൊർദെഖായ് എന്നുള്ള ദൈവഭക്തന് വേണ്ടി കള്ളുകുടിയൻ, കള്ളപ്രമാണം ഉണ്ടാക്കിയവൻ, കൈക്കൂലി കൊടുത്ത് കാര്യം സാധിച്ചവൻ, രാജാവിനെ സ്വാധീനിച്ച ഹാമാൻ 50 മുഴം പൊക്കമുള്ള കഴുകുമരം തന്റെ വീട്ടിൽ ഉണ്ടാക്കിച്ച്. അത് കുരുസാണ്. ഇറ്റ് ഈസ് ക്രാസ്. അത് കഴുമരമല്ല, നീതിമാന് അത് ഒരു കുരുസാണ്. അല്ലേലിയ, സന്തോഷമില്ലേ? ഭാര്യ വഴക്ക് പറഞ്ഞു, ഭർത്താവ് വഴക്ക് പറഞ്ഞു, പോയിട്ട് വാ കാണാം, എല്ലാ പേരും സന്തോഷിക്കാൻ. ഇത് സന്തോഷിക്കേണ്ട സ്ഥലമാണ്. ആമേൻ. My God is here. My God is here to bless you. നിങ്ങൾ അനുഗ്രഹിക്കുവാൻ, നിങ്ങൾ അനുഗ്രഹിച്ചയക്കുവാൻ എന്റെ രക്ഷിതാവ് ഇവിടെ ഉണ്ട്. സന്തോഷിപ്പിൻ. ആമേൻ. ഹല്ലേലൂയ. ഹാമാന്റെ വീട്ടിൽ ഹാമാൻ ഉണ്ടാക്കി വെച്ച 50 മുഴം പൊക്കമുള്ള കഴുകുമരം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന മൊർദെഖായ്ക്ക് ഉണ്ടാക്കപ്പെട്ട കുരിശുമരമാണ്. അതവൻ സന്തോഷത്തോട് സഹിച്ചാൽ മൊർദെഖായുടെ മുമ്പിൽ ഉള്ളത് ഈ കുരിശിനേക്കാൾ വലിയ കിരീടമാണ്. ആമേൻ. കുരിശ് കിരീടമായി മാറുന്നത് എങ്ങനെ? God spoke to me and just I will utter, that's all. ദൈവം എന്നോട് സംസാരിച്ചത് ഞാൻ വിതർന്നു. ഒരു നീതിമാന്റെ ജീവിതത്തിൽ ഒരുക്കി വെച്ച കുരിശ് കിരീടമായി മാറുന്നത് എങ്ങനെ? കുരിശ് സഹിച്ച് അനീതി മുഖാന്തരം ഉറക്കമില്ലാതെ പീഡിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്ന ദൈവജനമേ, നിന്റെ മുമ്പിലുള്ള കുരിശ് മാറിപ്പോകും. അത് കിരീടമായി നിന്റെ ശിരസിൽ വരും നാൾ ഉണ്ട്. നമ്പർ 1, എസ്തർ 2-ാം അധ്യായം 7-ാം വചനത്തിൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അഹാസ്വേറസ് മഹാരാജാവിന്റെ ക്വീൻ എസ്തർ. അഹാസ്വേറസ് മഹാരാജാവിന്റെ ക്വീൻ എസ്തർ സുന്ദരി, ജ്ഞാനമുള്ളവൾ. പക്ഷേ എസ്തർ 2:7 നമ്മ പഠിപ്പിക്കുന്ന അവൾക്ക് അപ്പനുമില്ല അമ്മയുമില്ല. Bible says Esther was an orphan. അവൾ അനാഥയം. അനാഥയ മൊർദെഖായ് എന്നുള്ള നല്ല മനുഷ്യൻ തത്തെടുത്ത് വളർത്തി. ആമേൻ. മനസ്സലിവുള്ള ആൾ മൊർദെഖായ്, മനസ്സലിവുള്ള മനുഷ്യൻ. നീ മനസ്സലിവ് ഉള്ള ആളാണോ? നീ അനാഥന്റെ മേൽ മനസ്സലിവുള്ള ആളാണോ? നിന്റെ മുമ്പിൽ നിന്നെ തടുത്ത് നിർത്തി നിന്നെ പീഡിപ്പിക്കുന്ന കുരിശ് മാറും. അതേക്കാൾ വലിയ കിരീടം ദൈവം നിനക്ക് പണിത് തരും. നിങ്ങൾക്കറിയാമോ, ദൈവഭക്തൻ യോബ് നഷ്ടപ്പെട്ടത് ഒക്കെയും രട്ടിയായി മടക്കി വീണ്ടെടുക്കുവാനുള്ള കാരണം, ഒരു കാരണങ്ങളിൽ ഒന്ന്, യോബുവിൻ പുസ്തകം 31:17 വചനത്തിൽ യോബ് എഴുതുന്നു,
അനാഥന് അംശം കൊടുക്കാതെ എന്റെ ഭക്ഷണം തനിച്ച് ഞാൻ കഴിച്ചിട്ടില്ല. അനാഥൻ വിശന്നിരിക്കുമ്പോൾ എന്റെ ചാപ്പാട് ഞാൻ മാത്രം ഉണ്ടിട്ടില്ല, ഞാൻ അവന് പങ്കു കൊടുത്ത്. അതാണ് കാരണം. അനാഥന് കരനീട്ടി സഹായിച്ച് മൊർദെഖായിയുടെ ജീവിതത്തിൽ ക്രൂസ് കിരീടമായി, അതേപോലെ നഷ്ടപ്പെട്ട സകലതും രട്ടിയായി യോബ് എഴുതുന്നു. അനാഥന് ഞാൻ അംശം കൊടുത്തത് കൊണ്ട് ദൈവം മടക്കി തന്ന്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. യോബുവിൻ പുസ്തകം 29:12 നിലവിളിച്ച എളിയവനെയും നിലവിളിച്ച അനാഥനെയും നിലവിളിച്ച തുണയറ്റവനെയും യോബ് എഴുതുന്നു ഞാൻ വിടുവിച്ചു. I set them free, the poor, the helpless, the orphan. കരഞ്ഞ എളിയവൻ, നിലവിളിച്ച എളിയവൻ, തുണയറ്റവൻ, അനാഥൻ യോബ് എഴുതുന്നു ഞാൻ വിടുവിച്ച്. അടുത്ത വചനം വളരെ സ്ട്രോങ് ആണ്. യോബുവിൻ പുസ്തകം 29:19 ആകയാൽ നശിക്കുമാറായവന്റെ അനുഗ്രഹം എന്റെ മേൽ വന്ന്, അതുകൊണ്ട് നഷ്ടപ്പെട്ടത് എനിക്ക് മടക്കി കിട്ടി. ആർഫൻ, അനാഥൻ, എളിയവൻ, ദാരിദ്ര്യവാസി, തുണയറ്റവൻ, അവനെ ഞാൻ അനുഗ്രഹിച്ചത് കൊണ്ട് ആ നശിക്കുമാറാകുന്ന അവൻ എന്നെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് മടക്കി കിട്ടി. 25 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് അഭിഷേക് എന്നുള്ള കുഞ്ഞ് ജനിച്ചത്. ഇത്ര വൈകി എന്നെ ദൈവം മാനിക്കുവാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഇതാണ്, നശിക്കുമാറായവന്റെ അനുഗ്രഹം. ഇവിടെ 4 ദമ്പതിയർ സാക്ഷി പറഞ്ഞു. 8 വർഷം മക്കളില്ലാതെ 2 പേർ, 12 വർഷം മക്കളില്ലാതെ ഒരാൾ, 14 വർഷം മക്കളില്ലാതെ ഒരാൾ. എല്ലാ ആരാധനയും ഇങ്ങനെയാണ്. കഴിഞ്ഞ 20 ആണ്ടുകൾ കണക്കെടുത്താൽ ഞാൻ പ്രാർത്ഥിച്ച് കിട്ടിയ മക്കളെ മാത്രം കൊണ്ടിരുത്തിയാൽ ഇതേക്കാൾ കൂട്ടം കൂടും. ആ കുഞ്ഞിനെ അവർ കയ്യിൽ വച്ചുകൊണ്ട് എന്നെ നോക്കും. ഇവന് മക്കളില്ല, ഇവൻ പ്രാർത്ഥിച്ച് എനിക്ക് മക്കളെ കിട്ടി. ദൈവമേ, ഇവൻ അനുഗ്രഹിക്കണമേ. ആ പ്രാർത്ഥന എന്നെ അനുഗ്രഹിച്ചു. അതാണ് യോബ് എഴുതുന്നത്. നശിക്കുമാറായവന്റെ അനുഗ്രഹം എന്റെ തലമേൽ വന്ന്. ഹല്ലേലൂയ. അതാണ് മൊർദെഖായ്ക്കും സംഭവിച്ചത്. 2014 ഈ വർഷം മാർച്ച് മാസം 8-ാം തീയതി പുലർച്ചെ 12:41 കൊലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് ജെറ്റ് MH370 239 യാത്രികരുമായി, അതിൽ 12 വിമാന ഉദ്യോഗസ്ഥന്മാർ, 4 ഇന്ത്യക്കാർ ബീജിംഗിലേക്ക് പുറപ്പെട്ടു. ചൈന തലസ്ഥാനം. രാവിലെ 6:30 മണിക്ക് അവിടെ എത്തിച്ചേരണം. പുറപ്പെട്ട 1 മണിക്കൂറിനകം ഈ ഫ്ലൈറ്റ് എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇന്ന് വരെ 1 മണിക്കൂറിൽ അപ്രതീക്ഷിതമായി ഇന്ന് വരെ അതിന്റെ തുമ്പ് കണ്ടെത്തിയിട്ടില്ല. ലോകത്തിന്റെ സയൻസ് തോറ്റു. പക്ഷേ അതിൽ 240 ആളായി യാത്ര ചെയ്യുവാൻ ഒരു IFS ഉദ്യോഗസ്ഥ കുടുംബമായി കാത്തുനിന്ന്. അവളെ മാത്രം എന്റെ ദൈവം തടുത്തു നിർത്തി. എന്താണ്? നമ്മുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന IFS ഉദ്യോഗസ്ഥ ചൈന ബീജിംഗ് ഇന്ത്യൻ കമ്മീഷൻ ഓഫീസിൽ ജോലി നോക്കുന്ന ഒരു ജൂനിയർ IFS ഉദ്യോഗസ്ഥ ശമ്പളം കിട്ടിയാൽ ആദ്യ പങ്ക് തന്റെ അപ്പന്റെ അടുക്കൽ ഇവിടെ കൊടുത്തയക്കും.
ഒരു റിട്ടയർഡ് വിംഗ് കമാൻഡർ ഇവിടെ വരുന്നുണ്ട്. ഇത് മിനിസ്ട്രി ഓഫ് ജീസസിന് കൊണ്ടു കൊടുക്കുക. അവർ കാണിക്ക പിരിച്ച് ദൈവവേല ചെയ്യുന്നവരല്ല, അവർ അധ്വാനിച്ച് ദൈവവേല ചെയ്യുന്നവരാണ്. ആ പങ്ക് ദൈവത്തിന് മാറ്റിവച്ചത് കൊണ്ട് മരണം വന്നപ്പോൾ ദൈവം മാറ്റിക്കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ദൈവഭക്തൻ യോബ് എഴുതുന്നു, നശിക്കുമാറായവന്റെ അനുഗ്രഹം എന്റെ ശിരസിന്മേൽ വന്ന് ദൈവം മൊർദെഖായെ മാനിച്ച് തന്നെ ആകണം. കാരണം ഒരു അനാഥ എസ്തറിനെ വളർത്തി മഹാറാണിയായി മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന രണ്ടാമത് എസ്തർ 2-ാം അധ്യായം 22-23 വചനങ്ങളിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്ന ദേവഭക്തൻ മൊർദെഖായ് ദുഷ്ടനും കള്ളുകുടിയനും കൈക്കൂലിക്കാരനുമായ ഹാമാൻ പ്രഭുക്കന്മാരുടെ മേലാളായി കൊട്ടാരത്തിലിരിക്കുന്നു. മൊർദെഖായ് തന്റെ വേലയിൽ വിശ്വസ്തൻ. 2 വാതിൽ കാവൽക്കാർ ഒരിക്കൽ രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ പദ്ധതി ഒരുക്കിയപ്പോൾ മണത്തെറിഞ്ഞ് കൊട്ടാരത്തെ ധരിപ്പിച്ച് വിശ്വസ്തത വേല ചെയ്ത മൊർദെഖായ് വെളിയിൽ കിടക്കുന്നു. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ആവർത്തന പുസ്തകം 8-ാം അധ്യായം 17-ാം വചനത്തിൽ 1 ശമൂവേൽ 2-ാം അധ്യായം 7-ാം വചനത്തിൽ സങ്കീർത്തനം 75:7 യോബ് 1:21 വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഒരുത്തനെ ഉയർത്തുന്നതും ഒരുത്തനെ താഴ്ത്തുന്നതും എന്റെ ദൈവമാണ്. ഇത് മൊർദെഖായ്ക്ക് നന്നായിട്ടറിയാം. Therefore Mordecai, righteous man, Bible says, waited patiently for the appointed time of heaven. ഇത് അറിഞ്ഞ മൊർദെഖായ് ദൈവത്തിന്റെ സമയത്തിനായി ദൈവം പ്രവർത്തിക്കട്ടെ എന്നവൻ വിട്ടുകൊടുത്തു. അപ്പൊ ദൈവം സഹായിച്ച് തന്നെ ആകണം. ആമേൻ. ഒരു കോർപ്പറേഷൻ ലൈസൻസ് ഉള്ള ഒരു പ്ലംബർ നമ്മുടെ കൂട്ടായ്മയിൽ വരുന്നുണ്ട്. ഒരു സ്ഥലത്തിൽ ഒരു പൈപ്പ് കണക്ഷന് അപേക്ഷിച്ച് അവിടുത്തെ ക്ലാർക്ക് ഇയാൾക്കെതിരെ കോപിച്ചിട്ട് ഫയൽ ഇങ്ങനെ തൂക്കിയിറങ്ങി. ഇത് സംഭവിച്ചതാണ്. ആ ഫയലുമായി ഈ പ്ലംബർ എന്റെ പ്രാർത്ഥന കൂട്ടത്തിൽ വന്ന് കരഞ്ഞ്, ബ്രദർ, ഏത് ഓഫീസിൽ പോയാലും കൈക്കൂലി, ഏത് ഓഫീസിൽ പോയാലും അനീതി, ഏത് ഓഫീസിൽ പോയാലും മോഷണം, ദൈവം പ്രവർത്തിക്കണം. 6 മാസം അങ്ങുമിങ്കും ഓട്ടിച്ച് ഞാൻ സിമ്പിളായി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച്, കർത്താവേ അങ്ങ് കൂടെ പോകണമേ, അങ്ങ് കൂടെ പോകണമേ. പറഞ്ഞ സെക്കൻഡിൽ അവർ പറഞ്ഞ കാരണം അങ്ങനെ ഒരു കണക്ഷനേ ഇല്ല, ഓടിക്കൊള്ളാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു വിട്ട് സെക്കൻഡിൽ ആ പൈപ്പ് കോർപ്പറേഷൻ ഇല്ല എന്ന് ഇവനെ വിരട്ടി ഓടിച്ച ആ പൈപ്പ് പൊട്ടി. പത്രവാർത്തയായി. മന്ത്രി അറിഞ്ഞു. പിന്നെ കൊടുത്തേ പറ്റത്തുള്ളൂ. ചെറിയ കാര്യമായാലും ദൈവം വലുതായിട്ട് ഇടപെടുന്നവനാണ്. ആമേൻ. കഴിഞ്ഞ ഏപ്രിൽ 26 കേരളത്തിൽ പ്രസിദ്ധമായ ആർക്കം വാലി കൺവെൻഷനിൽ ലോക പ്രസിദ്ധന്മാരായ മറ്റ് 4 പ്രസംഗിമാരോട് 5-ാമനായി ഒരു നാൾ പ്രസംഗിക്കുവാൻ കർത്താവിനെ കൊണ്ടുപോയി. ഞാൻ ശുശ്രൂഷിക്കേണ്ടത് ഏപ്രിൽ 26. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ 4:30 എന്റെ ട്രെയിൻ എത്തണം. അവിടെ എനിക്ക് വേണ്ടി ഒരു കാർ വെയിറ്റ് ചെയ്യും.
പക്ഷെ 4:30 ചെങ്ങന്നൂരിലാണ് വണ്ടി എത്തിയത്. അവിടെ 1.5 മണിക്കൂർ പിടിച്ചിട്ട് 6 മണിയായി. ഇപ്പോൾ വണ്ടി പുറപ്പെട്ടാലും കോട്ടയത്ത് 7:30, യോഗസ്ഥലത്ത് ഞാൻ എത്തുമ്പോൾ അവിടെ ആശീർവാദമാകും. അവൻ ഞാൻ ദൈവത്തോട് സംസാരിച്ച് ദൈവം എന്നോടൊരു ചോദ്യം ചോദിച്ച്, കഴിഞ്ഞ 20 ആണ്ടുകാല മിനിസ്ട്രിയിൽ വളരെ ടൈറ്റായിട്ടാണ് നിന്നെ ഞാൻ ഉപയോഗപ്പെടുത്തിയത്. വളരെ ടൈറ്റ് ഷെഡ്യൂൾ. ഒന്നിലെങ്കിലും ഏത് സാത്താനെങ്കിലും നിന്നെ പ്രസംഗിക്കാൻ വിടാതെ തടസ്സപ്പെടുത്തുവാൻ ഞാൻ അനുവദിച്ചിട്ടുണ്ടോ? അതേപോലെ ആ ശബ്ദം കേട്ട ഉടൻ വണ്ടി മൂവ് ആവാൻ തുടങ്ങി. ഫാസ്റ്റ്. ഞാൻ ചുരുക്കി പറയുന്നു, 8:10 എന്റെ വേദിയിൽ ഞാൻ എത്തി. 10,000 പേർ എനിക്ക് വേണ്ടി കാത്തിരുന്നു. സംഘാടകർ പറഞ്ഞ് ബ്രദർക്ക് ഇഷ്ടപ്പെട്ട സമയം എടുത്തോടാൻ. 8:10 എന്റെ പ്രസംഗം തുടങ്ങി. 9:45 വരെ 1 മണിക്കൂറും 40 മിനിറ്റും ഏകദേശം ദൈവം ശുശ്രൂഷ ചന്തമായി ചെയ്തെടുത്ത്. നമ്മുടെ സഹായകൻ ദൈവം മാത്രം. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന മൊർദെഖായി ദൈവത്തിന്റെ കരത്തിനായി കാത്തിരുന്ന്, ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരുന്ന് ദൈവം സഹായിക്ക തന്നെ ചെയ്യും. അവസാനം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന എസ്തർ 4-ാം അധ്യായം 1-ാം വചനത്തിലെ കൈക്കൂലി കൊടുത്ത് രാജാവിന്റെ സ്വാധീനം സമ്പാദിച്ച് യഹൂദന്മാർക്ക് വിരോധമായി ഹാമാൻ ശ്രമിച്ച് ഒരു കൽപ്പന പുറപ്പെടുവിച്ച്. ഇത് അറിഞ്ഞപ്പോൾ യഹൂദനായ മൊർദെഖായി രക്തെടുത്ത് കൈപ്പോട് കരഞ്ഞ് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന രാജധാനിയിൽ വാതിലോളം ഓടി. The Bible says he stopped there. അവിടെ നിന്ന് പിന്നെ എൻട്രി ആയില്ല, ഉള്ള പോയില്ല. കൊട്ടാരത്തിന്റെ വാതിൽ വന്ന മൊർദെഖായി അവിടെ നിന്ന് എന്നെയും എന്റെ ജാതിയെയും സഹായിക്കുന്ന ഒരുത്തൻ കൊട്ടാരത്തിന്റെ ഉള്ളേ ഇല്ല, അവൻ സ്വർഗത്തിലെ ഇരിപ്പുണ്ട്. അവൻ മടങ്ങിയെത്തി തന്റെ വളർത്തുമകൾ എസ്തർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്ത്, എസ്തറുടെ പുസ്തകം 4-ാം അധ്യായം 14-ാം വചനത്തിലെ, മഹാറാണിയെ നീ ഇതിൽ ഇടപെടണം, നമ്മുടെ ജാതിക്ക് വേണ്ടി നീ ഇടപെടണം. നീ ഇടപെടാതിരുന്നാൽ എന്റെ ജനത്തെ രക്ഷിക്കുന്ന മാർഗം ദൈവം കണ്ടുകൊള്ളും. അതല്ല ശരിക്കുള്ള മലയാളം. ഞാൻ വായിച്ചു കൊള്ളട്ടെ. എസ്തർ 4-ാം അധ്യായം 14-ാം വചനത്തിൽ, എസ്തർ നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തിൽ നിന്ന് രക്ഷ ഉണ്ടാകും, നീയും നിന്റെ പിതൃഭവനവും നശിക്കും. ഇത് മുന്നറിയിപ്പാണ്. മഹാറാണിക്ക് ദൈവഭക്തൻ മൊർദെഖായി കൊടുത്ത മുന്നറിയിപ്പാണ്. നീ നശിക്കും, പക്ഷേ മറ്റൊരു സ്ഥലത്തിൽ നിന്ന് യഹൂദന്മാർക്ക് രക്ഷ ഉണ്ടാകും. മറ്റൊരു സ്ഥലം. ഏത് സ്ഥലം? ദൈവമാണ്. മൊർദെഖായി എ സ്ട്രോങ് ബിലീവർ, എ സ്ട്രോങ് ബിലീവർ. വിശ്വാസ വീരനാണ് മൊർദെഖായി. ദൈവം അവനെ സഹായിക്കാതെ ഇരിക്കുമോ? അനീതി എന്നുള്ള ക്രൂശ് ചുമന്ന്, പീഡനം എന്നുള്ള ക്രൂശ് ചുമന്ന് കണ്ണീരോട് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവ പൈതലേ, ദൈവജനമേ, നീ കർത്താവിൽ മുറുകെ പിടിച്ച് കാത്തിരുന്നാൽ എന്റെ ദൈവം നിന്നെ ഉപേക്ഷിക്കുമോ? കിങ് സാലമൻ എഴുതുന്ന സടിസവാക്യ 23:29 ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺ ചുവപ്പ്. മനസ്സിലായോ? Whom wounds without cause
That is cross. That is cross. ஆர்க்கு காரணமில்லாத முறிவுகள், அடான குருசு. ஆர்க்கு கண் சிவப்பு. தமிழ் வசனம் கொஞ்சம் கூட கிளியராக இருக்கிறது. வேதம் சொல்லுகிறது, யாருக்கு ரத்தம் கலங்கின கண்கள்? யாருக்கு? யாருக்கு? யாருக்கு ரத்தம் கலங்கின கண்கள்? கண்ணு கலங்கியால் கண்ணீர் உண்டாகும். പക്ഷേ ഇവന്റെ കണ്ണ് കലങ്ങിയപ്പോൾ രക്തം വരുന്നു. ആർക്ക്? കാരണമില്ലാതെ കായം, കാരണമില്ലാതെ മുറിവ്, അനീതി നിമിത്തം ഉപദ്രവം, അനീതി നിമിത്തം പീഡനം. വിട്ടുകൊടുക്കുമോ ദൈവം? വിട്ടുകൊടുക്കുമോ? ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സഭാപ്രസംഗി 5-ാം അധ്യായം 8-ാം വചനത്തിലെ ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതന് മീതെ ഒരു ഉന്നതനും, ആ ഉന്നതന് മീതെ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അത്യുന്നതനും ജാഗരിക്കുന്നുണ്ട്. കൈകളെ ഉയർത്തുക. ഇന്ന് അനീതി നിമിത്തം കുരിശേറ്റു വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഞാൻ കരയാൻ പോകുന്നു. ഇന്ന് അവൻ വിടുതലയ്ക്കും. ടുഡേ ടുഡേ നിന്റെ ഉന്നതൻ നീതിയെ മറിച്ചാലും, അതിന്റെ ഉന്നതൻ നീതിയെ മറിച്ചു കഴിഞ്ഞാലും അതിനു മീതെ ഒരു അത്യുന്നതൻ, അത്യുന്നതൻ എന്റെ ദൈവം ജാഗരിക്കുന്നു, ജാഗരിക്കുന്നു. ആ അത്യുന്നതന്റെ സ്വഭാവം സങ്കീർത്തനം 97:2 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന നീതിയും ന്യായവും അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം ആകുന്നു. ആ സിംഹാസനത്തെ മറിച്ചിടുവാൻ ഒരു കൊമ്പനും കഴിയുകയില്ല. നീതി നിമിത്തം ഉത്തരപ്പെടുത്തപ്പെടുന്നവർ കണ്ണുകളടയ്ക്കുക, എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. അനീതി നിമിത്തം എല്ലാവരുമല്ല, അനീതി നിമിത്തം പീഡനം അനുഭവിക്കുന്നവർ മാത്രം. റഷാലദം ധനദബ റഗാലദം ധനദബ റഷാലദം ധനദബ ഊറ ബബബ റഗാലദം ധനദബ. അത്യുന്നതന്റെ കരം ഈ സാധുക്കളിന്മേൽ ഇറങ്ങട്ടെ. ടി 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 അനീതി നിമിത്തം ഇവിടെ കുരിശ് കിരീടമായി മാറട്ടെ. യേശുവേ നിലവിളിക്കുക. യേശുവേ നിലവിളിക്കുക. നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന കുരിശ് ദൈവം കിരീടമായി മാറ്റുന്നതാ. ടി 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 ടി. ഹല്ലേലൂയ. நல்லவனே வல்லவனே பொன்னு காண்டனே ஹல்லல் தீர்க்காம் എന്നോ വന്നു ചേർത്തിടുമെന്നെ. நல்லவனே வல்லவனே பொன்னு காண்டனே ഹല്ലൽ തീർക്കാം എന്നോ വന്നു ചേർത്തിടുമെന്നെ. തുല്യമില്ല മോടുട്ടോട് വീണകളേണ്ടി, തുല്യ മോടുട്ടോട് നകളേണ്ടി. ഹല്ലേ ഗാനം വാണിടുവാനായി, ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി. പ്ലീസ് ബി സീറ്റഡ്. ഇരിക്കാം.
നിന്റെ നീടി മറിച്ചിട്ട് സന്തോഷം കണ്ടെത്തിയ നിന്റെ ഉന്നതനു മേലെ, അവന്റെയും ഉന്നതനു മേലെ ഒരു അത്യുന്നതൻ നിനക്ക് നീതി നടത്തി തരുവാൻ ഉണ്ടല്ലോ. കൈകളെ രണ്ടയും ഉയർത്തി, കൈകളെ തട്ടി എങ്ങനെ നീതി നടത്തി കൊടുക്കും? സദൃശവാക്യം 11 അധ്യായം 8 വചനം നമ്മെ പഠിപ്പിക്കുന്ന, എല്ലാവരും ശ്രദ്ധിക്കണം. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, ദുഷ്ടൻ നീതിമാന് പകരം അകപ്പെടുന്നു. അതാണ് നീതി. അതാണ് നീതി. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നീതിമാനായ മൊർദെഖായി കഷ്ടത്തിൽ നിന്ന്, കഴുമരത്തിൽ നിന്ന്, ക്രൂശിൽ നിന്ന്, കയ്പിൽ നിന്ന്, പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. രാജാവിന്റെ കൽപ്പന പുറപ്പെട്ട് അതേ കഴുമരത്തിൽ കള്ളൻ ഹാമാനെ തൂക്കി കൊല്ലുവാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ച് നീതി നടത്തിക്കൊടുത്ത് മൊർദെഖായിയുടെ മുമ്പിൽ നിന്ന് ക്രൂശ് ദൈവം ഗ്രീഡമാക്കി കൊടുത്ത്. സന്തോഷമില്ലേ? ആമേൻ. അവസാനം ശ്രദ്ധിക്കുക, ക്രൂശ് ഉണ്ട് ദൈവമക്കൾക്ക്. ക്രൂശ് ഉണ്ട്. സാമുവേൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഹന്നയ്ക്ക് ഇത്തിരി താമസിച്ച് കിട്ടിയ കുഞ്ഞാണ് സാമുവേൽ. അപ്പൊ കുഞ്ഞിന് ഇത്തിരി താമസിച്ച് കിട്ടിയ ഫലം മധുരം അല്പം ജാസ്തിയാണ്. ആമേൻ. താമസിച്ച് കിട്ടിയ ഫലത്തിന് രുചി അധികമാണ്. എന്റെ മോനെ ഞാൻ പ്ലേ സ്കൂളിൽ കൊണ്ടുവിട്ട് വിട്ടപ്പോൾ അവനും കരഞ്ഞ് ഞാനും കരഞ്ഞു. പിന്നെ 3 മണിക്ക് പോയി അവനെ വിളിച്ചിട്ട് വരാൻ ഞാൻ ഓടിപ്പോയി. അവൻ ഇരുന്ന് പെറുപെറുക്കുന്നു. പപ്പയെ കണ്ടില്ല, പപ്പയെ കണ്ടില്ല, പപ്പയെ കണ്ടില്ല. അപ്പൊ ടീച്ചർ പറഞ്ഞ് ഇത് തന്നെ അവൻ, പപ്പയെ കണ്ടില്ല, പപ്പയെ കണ്ടില്ല. ഇത് തന്നെ സാമുവേലിനും സംഭവിച്ചത്. ഹന്ന കരഞ്ഞു. ഹന്ന താമസിച്ച് കിട്ടിയ സാമുവേലിനെ ഏലി അപ്പച്ചന്റെ മുമ്പിൽ കൊണ്ടുവിട്ടിട്ട് പറഞ്ഞ്, യജമാനനെ, ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ദീർഘകാലം ഉപവസിച്ച് ഇവിടെ വന്ന് പട്ടിണി കിടന്നത്. ഞാൻ ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേർന്ന് എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ അവന് ആയുഷ് പര്യന്തം അങ്ങയ്ക്ക് വേണ്ടി നിവേദനായി ഞാൻ തരും. അതാണ് പൈതൽ. 30-ാം വയസ്സിലല്ല കൊണ്ടുകൊടുത്തത്. പാൽ കുടി മാറിയ ഉടൻ പിഞ്ചു പാലൻ. ഹല്ലേലൂയ. പിഞ്ചു പാലൻ. 1 സാമുവേൽ 1:24 നമ്മ പഠിപ്പിക്കുന്ന, പാല് കുടി മാറിയ ഉടൻ തന്നെ പിഞ്ചു പാലിനെ കൊണ്ട് ദൈവവേലയ്ക്ക് ഏലി അപ്പച്ചന്റെ മുമ്പിൽ വിട്ടിട്ട് അമ്മ പോയി. പാല് കുടി മാറിയ ഉടൻ തന്നെ കുഞ്ഞു ബാലൻ സാമുവേലിന്റെ തോളിൽ വയ്ക്കപ്പെട്ടത് വലിയ ക്രൂശ്. നീ കർത്താവിന്റെ വേലയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ട ആളാണോ? നീ യേശുവിന്റെ പൈതലാണോ? നിനക്ക് കുരിശ് ഉണ്ട് മകളെ, നിനക്ക് കുരിശ് ഉണ്ട് മകനെ. പാലുകുടി മാറിയ നാൾ മുതൽ വലിയ കുരിശ് ചുമന്നാൾ സാമുവേൽ. കൊണ്ടുവിട്ട ഉടൻ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, 1 സാമുവേൽ 2:18 വചനത്തിൽ ഏലി അപ്പച്ചൻ, ഏലി പുരോഹിതൻ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു പഞ്ച് നൂൽ കൊണ്ടുള്ള ഒരു ഉടുപ്പുണ്ടാക്കി.
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര കട കയറി ഇറങ്ങി, എത്ര പണം ചെലവാക്കി, എത്ര വില കൂടിയ വസ്ത്രം ഇടും. പക്ഷെ സാമുവേൽ എന്നുള്ള ആ കുഞ്ഞിന് ഏലി ഉണ്ടാക്കി കൊടുത്തത് വെറും സാധാരണ ചണൽ നൂൽ കൊണ്ടുള്ള ഒരു സാധാരണ വസ്ത്രം. ഈ കുഞ്ഞ് അത് ഇട്ടുകൊണ്ടേ നടക്കും. ചാക്ക് കൊണ്ടുള്ള ഉടുപ്പ്, കുരിശ്. 2 വയസ്സിലെയേ അവന് കുരിശ്, ചാക്ക് കൊണ്ടുള്ള നൂല്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 1 സാമുവേൽ 2:19 ഒരു ആണ്ടിൽ ഒരു നാൾ അമ്മ വരും. വെറും കൈയായിട്ടല്ല, ഒരു നല്ല ഉടുപ്പ് കൊണ്ടുവരും. സാമുവേൽ കാത്തു നിൽക്കും, ഓടിപ്പോകും. ആ ചണ ഉടുപ്പിനെ മാറ്റി അമ്മ കൊണ്ടുവന്ന നല്ല ഉടുപ്പ് അവനിടും. ഒരു നാൾ മാത്രം, ഒരേ ഒരു നാൾ, ഒരു വർഷത്തിൽ ഒരേ ഒരു നാൾ അവന് ഇഷ്ടപ്പെട്ട അംഗവസ്ത്രം. മറ്റെല്ലാ നാളും ചണൽ ഉടുപ്പ്, കുഞ്ഞിലെയേ കുരിശ്. എൻ്റെ കുഞ്ഞിന് 2.5 വയസ്സ്. അവൻ 15 മണിക്കൂർ ഉറങ്ങണം ഈ പ്രായത്തിൽ. പക്ഷെ അവന് ഉറക്കം പറ്റത്തില്ല. അവൻ ദൈവവേലക്കാരൻ്റെ മകനായി പോയല്ലോ. അവന് കിട്ടുന്നത് 6 മണിക്കൂർ ഉറക്കം. അത് കുരിശാണ്. അത് അവന് ദൈവം കൊടുത്ത കുരിശാണ്. ഞാൻ രാവിലെ പൂച്ചക്കുട്ടി തൻ്റെ കുട്ടിയെ കടിച്ച് തൂക്കി കൊണ്ടുവരുന്നത് പോലെ ഞാൻ തൂക്കിക്കൊണ്ടുവരും. എനിക്ക് ആരാധനയ്ക്ക് ലേറ്റായി വരാൻ പറ്റത്തില്ല, അമ്മോൻ ഉറങ്ങുന്നെന്ന് പറഞ്ഞ്. ഞാൻ ദൈവവേലക്കാരനാണ്. അവനെ ഉറക്കത്തിലാണ് ഞാൻ നുള്ളി എളുപ്പി കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിച്ച് അവനെ ഞാൻ കൊണ്ടുവന്നത്. അവന് 2.5 വയസ്സിലെയേ കുരിശ്. കാരണം അവൻ ദൈവവേലക്കാരൻ്റെ മകൻ. കുരിശുണ്ട്, ഗ്രീഡത്തിന് വേണ്ടിയുള്ള കുരിശ്. ആമേ, ഗ്രീഡത്തിന് വേണ്ടിയുള്ള കുരിശ്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, ജോസഫ് 30-ാം വയസ്സിൽ അന്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി. അവിടുത്തെ രാജാവ് വന്ന് തന്റെ സിഗ്നറ്റ് റിംഗ് ഊരി ജോസഫ് എന്നുള്ള യഹൂദന്റെ വിരലിൽ ഇട്ടുകൊടുത്ത് ഒരു വലിയ ഗോൾഡൻ ചെയിൻ അവനെ ധരിപ്പിച്ച് നേർമയുടെ വസ്ത്രം ഇട്ടുകൊടുത്ത് സെക്കൻഡ് ചാരിയറ്റ് ഉൽപ്പത്തി പുസ്തകം 41, 42, 43, 43 വചനങ്ങളിൽ 2-ാം രഥത്തിൽ മറ്റൊരു ജാതിക്കാരനെ കയറ്റിയിരുത്തി തന്റെ ജാതി ജനത്തോട് അവൻ കൽപ്പിച്ച് മുട്ടുകുത്തുവൻ. ജോസഫ് ഈസ് അവർ പ്രൈം മിനിസ്റ്റർ. ഇതാണ് അവൻ ലഭിച്ച ഗ്രീഡം. അവന് ലഭിച്ച ഗ്രീഡം. അതോട് തീർന്നുപോ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 42:6 ഉൽപ്പത്തി പുസ്തകം 43:26 ഉൽപ്പത്തി പുസ്തകം 46:28 മുതൽ 30-ാം വചനങ്ങളിലെ ആദ്യം തന്റെ 10 സഹോദരന്മാർ കൈകെട്ടി കുനിഞ്ഞു നിന്ന് ഇവന്റെ മുമ്പിൽ. എല്ലാവരും ഇവന്റെ മൂത്തവരാണ്. രണ്ടാമത്തെ സംഭവത്തിൽ തന്റെ 11 സഹോദരന്മാർ, ഒരുത്തൻ മാത്രം ഇളയവൻ, ഇവന്റെ മുമ്പിൽ കൈകെട്ടി കുനിഞ്ഞു നിന്ന്. മൂന്നാമത്തെ സംഭവത്തില് തന്റെ 11 സഹോദരന്മാരും ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 130 വയസ്സായ തന്റെ പിതാവ് യാക്കോബും കൈകെട്ടി കുനിഞ്ഞു നിന്ന്. 30-ാം വയസ്സുള്ള ജോസഫിന്റെ തലയിൽ ദൈവം വച്ച വലിയ ഗ്രീഡം. The crown does not come all of a sudden and automatically. നിന്റെ ശിരസിൽ ഗ്രീഡം വന്നിരിക്കുന്നത് ഓട്ടോമാറ്റിക്കായല്ല. അതിന് അവൻ കൊടുത്ത വില ഭയങ്കരമാണ്. 17-ാം വയസ്സിൽ when he was young, അവന്റെ ഉടുപ്പ് ഊരിയില്ലേ? അവന്റെ ഉടുപ്പ് ഊരിയെടുത്തില്ലേ? അവനെ നഗ്നനാക്കിയില്ലേ? സങ്കീർത്തനം 105:19 നമ്മ പഠിപ്പിക്കുന്ന 17-ാമത്തെ വയസ്സിൽ കോമള രൂപന് ചങ്കല കൊണ്ട് കാലും കൈയും കെട്ടി ഒട്ടകത്തിന്റെ കാലിൽ കെട്ടി 40 നാൾ നടക്കേണ്ട ദൂരം ചൂട് മണലിൽ കെട്ടി ഇളുത്തില്ലേ?
ക്രൂസ്, ഏറ്റവും വലിയ ക്രൂസ്. ശ്രദ്ധിക്കണം, നീ 20 വെള്ളിക്കാശിന് വിറ്റ്. മാർക്കറ്റ് റേറ്റ് 30 വെള്ളിക്കാശാണ്. ഒരു അടിമയ്ക്ക് അന്നത്തെ മാർക്കറ്റ് റേറ്റ് 30 വെള്ളിക്കാശാണ്. ഇവൻ സുന്ദരനാണ്, ഇവൻ സ്വപ്നം കണ്ട് വ്യാഖ്യാനിക്കുന്ന നല്ല പിള്ളയാണ്, ഇവന് റേറ്റ് അതിലും കൂടണം. പക്ഷെ സഹോദരന്മാർ കുറച്ച് വിറ്റെങ്കിൽ ഇവനെ നാണം കെടുത്തുവാനുള്ള കുരിശാണ് ഇവന്റെ തോളിൽ വെച്ചത്. ദൈവം ഇതൊക്കെ കണക്കെടുത്ത് സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്നൊരു കിരീടം മെടഞ്ഞ് ജോസഫിന്റെ തലയിൽ വെച്ച്. ക്രൂസ് സഹിക്ക, അപമാനം അലക്ഷ്യമാക്കുക. നിന്റെ മുമ്പിൽ ഉള്ളത് പാതാളമല്ല, സന്തോഷമെന്നുള്ള കിരീടമാണ്. കേട്ട വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവേ നന്ദി. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി, ദൈവാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. കേട്ടത് ശ്രദ്ധയോട് കരുതിക്കൊള്ളുക. നിങ്ങൾ കൊണ്ടുവന്ന പ്രാർത്ഥന വിഷയം വലത് കൈ ഉയർത്തി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക. എല്ലാവരും ഇടത് കൈ ഉയർത്തി ഫീൽ ആദിവാസി മേഖലയിൽ പള്ളി പണിയുവാൻ ഒരു തീരുമാനമെടുത്ത് മറ്റേ കൈ ഉയർത്തുക. എല്ലാവരും ഉയർത്തിയ 2 കരങ്ങളും അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. തീ ഇറങ്ങുന്നേ, അഗ്നി ഇറങ്ങുന്നേ, അഭിഷേക തീ ഇറങ്ങുന്നേ. യേശുവേ എന്ന് നിലവിളിച്ചാട്ട് ദൈവമേ ആത്മാവിൽ നിറയ്ക്കണമേ, ആത്മാവിൽ നിറയ്ക്കണമേ, അഗ്നിയിൽ നിറയ്ക്കണമേ. എല്ലാരെയും 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 തീ 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 തീ. കൈകൾ ഉയരട്ടെ, ഉയർത്തിയ കരങ്ങൾ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. തീ 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 തീ. അഭിഷേക തീയാൽ എല്ലാരും നിറയ്ക്കപ്പെടട്ടെ. എല്ലാരും, not even a single person be spared out. Fill everyone. അഗ്നി ഇറങ്ങുന്നടാ. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ഇറക്കി വയ്ക്കുക മകളെ. വീടില്ലാത്തവന് വീട് ദൈവം അത്ഭുതം ചെയ്യുന്നു. മക്കളില്ലാത്തവന് തലമുറ ദൈവം അത്ഭുതം ചെയ്യുന്നു. കുടുംബ ജീവിതത്തില് ചണ്ട, അക്രമം, സമാധാനം ഇല്ലായ്മ ദൈവം സാത്താന്റെ പദ്ധതിയെ പൊളിച്ചടക്കുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ, കുടുംബത്തിലെ ഐക്യത. എന്നും മരുന്ന്, എന്നും ഓപ്പറേഷൻ, എന്നും ആസ്പത്രി. സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത കരം അങ്ങനെ ഉള്ളവർ ഇറങ്ങുന്നു, വിടുതൽ അയക്കുന്നു. ടീ 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 ടീ. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി. റബ റഷാല ദന്തന ഒഗ റഷാല ദന്തനദബ. നന്ദി 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 നന്ദി. യേശുവിന് നന്ദി. കട്ടികൾ മായുന്നു, കട്ടികൾ മായുന്നു യേശുവിൻ നാമത്തില്. ക്യാൻസർ കട്ടികൾ മായുന്നു യേശുവിൻ നാമത്തില്. മുളകൾ അപ്രത്യക്ഷമാകുന്നു യേശുവിൻ നാമത്തില്. വിദ്യാർത്ഥിനികൾ 2 കൈകളും ഉയർത്തി നിലവിളിച്ചാട്ടെ. എന്നെ തൊടയണമേ, എന്നെ തൊടയണമേ, ഈ കുഞ്ഞുങ്ങളെ തൊടയണമേ, ഈ അനുജത്തിമാരെ ദൈവം തൊടയണമേ. അഡ്മിഷൻ ഒരുക്കണമേ. സ്കൂൾ കോളേജിൽ പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ കൂടെ പോകണമേ. ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവം കരുതിക്കൊള്ളണമേ. ദിവ്യ ജ്ഞാനം ഈ കുഞ്ഞുങ്ങളിൽ ഇറങ്ങട്ടെ. ടീ 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 ടീ. ആത്മബലത്താലെ കോട്ടകൾ തകർത്തിടാം. രോഗം ദുഃഖം മാറിയിടും.
യേശു നാമത്തിൽ ഇനി ശോകമില്ല, ജയം നാം കാമഹാസമേ. ഇനി ശോകമില്ല, ജയം നാം കാമഹാസമേ. യേശുവിന്റെ രക്തത്താൽ എടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ, ഉണർന്നിടുക. തന്റെ വേലകൾ തികച്ചു നാം ഒരുങ്ങിടുക. തന്റെ വേലകൾ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെയില്ലല്ലോ കാകളം കേട്ടിടാം. കാലമേറെയില്ലല്ലോ കാകളം നാം കേട്ടിടാം. കണ്ടൻ പാറാ നാമും പോകാറാ. കണ്ടൻ പാറാ നാമും പോകാറാ. കണ്ടൻ പാറാ നാമും പോകാറാ. കണ്ടൻ പാറാ. ആമേൻ. ടി 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 അഭിഷേക ടി നിറച്ചതിനായി നന്ദി. മാനമും മഹത്വവും ദൈവത്തിന്. അടുത്ത് നിൽക്കുന്നവരോട് കൈകളെ ചേർത്ത് പിടിക്കുക. പുരുഷൻ പുരുഷനോടും സ്ത്രീ സ്ത്രീയോടും. അടുത്ത് നിൽക്കുന്നവർ പള്ളിയിൽ അടുത്ത ഗ്രൂപ്പാണെങ്കിലും പിടിക്കുക, മറ്റ ഗ്രൂപ്പാണെങ്കിലും പിടിക്കുക. എല്ലാരും ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശിൽ ഫീലാദിവാസി വിശ്വാസികൾക്ക് ഈ ആണ്ടിൽ 10 പള്ളികൾ പണിത് കൊടുക്കും. കൈകളെ ഉയർത്തി, കൈകളെ തട്ടി. എടുത്ത തീർമാനം നാം ദൈവസന്നിധിയിലാണ് എടുത്തിരിക്കുന്നത്. പ്രവർത്തിക്കേണ്ടത് നാമാണ്. അതനുസരിച്ച് നിന്റെ തലമുറയതയോ ഉയർത്തും. എണ്ണയോ വെള്ളമോ പ്രാർത്ഥിക്കാൻ എടുത്തുകൊള്ളാം. കർത്താവ് തൊട്ട് വിടുതലിൻ അംശമായി ദൈവം മാറ്റിയതിനായി നന്ദി. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ക്രിസ്തുയേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ അഭിഷേകവും സദാകാലങ്ങളിലും നാം ഓരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 20, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം 695121. ഫോൺ 0471 222 0100.